അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അടിഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ടത് ശർക്കര ആണ്, അതേപോലെ മേൽഭാഗത്തും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശർക്കര തന്നെയാണ് കേട്ടോ. ഇനി ഈ രൂപത്തിലല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പാകത്തിൽ വേറൊരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല കട്ടിയുള്ള തുണി വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് നമ്മളിത് മൂടി വെക്കണം, കാരണം ഇതിലൊരു ബാക്ടീരിയ ഫോം ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിൽ ഗാർഡനിങ് ഒതുക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നവരോ, ഇപ്പോൾ പച്ചക്കറി കൃഷി അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പൂക്കാനും അതേപോലെ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡിന്റെ അതേപോലെ ഗുണം കിട്ടുന്ന നമുക്ക് ഈ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ടോണിക് റെഡിയാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ബീട്രൂട്ട് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബീട്രൂട്ടിൽ. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് നല്ല തന്നെ എടുക്കണം എന്നില്ല, നമുക്ക് വീട്ടിൽ കേട് വന്ന് ചീഞ്ഞതായിട്ടുള്ള ബീട്രൂട്ടും ഈ ഒരു ടോണിക് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോണിക് റെഡിയാക്കുന്നത് മാത്രമല്ല ഞാൻ ഇതിലൂടെ പറയുന്നത്, ഈ ടോണിക് നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ 2-3 രീതിയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത്, നമ്മളെ ഈ ഫിഷ് അമിനോ ആസിഡ് പോലെ നമുക്ക് ദീർഘകാലം വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോണിക് റെഡിയാക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ടോണിക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസം തന്നെ വെച്ചിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബീട്രൂട്ടിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ നമുക്ക് ഇത് ഗുണം ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെടികൾക്കും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ B9 വൈറ്റമിൻ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികളെ വളർച്ചക്കൊക്കെ ധാരാളം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇതിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷ് എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ, നല്ല രീതിയിൽ കായ്കൾ കിട്ടാനും പൂക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പൊട്ടാഷ് വളങ്ങൾ ചെടികൾക്ക് വേണം. അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപമൂലകങ്ങളായിട്ടുള്ള കാൽസ്യം, അയണും മഗ്നീഷ്യം ധാരാളമായിട്ട് ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ദീർഘകാലം വെച്ച് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ടോണിക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ള നമുക്ക് നോക്കാം. അപ്പൊ ഈ ടോണിക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി, കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഉണ്ടാക്കി തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ബീട്രൂട്ട് നമുക്ക് നല്ല തന്നെ എടുക്കണം എന്നില്ല, ഞാനിപ്പോൾ എടുത്തത് നല്ലതാണ്. നമുക്ക് വീട്ടിൽ ചീഞ്ഞ ബീട്രൂട്ട് ആണെങ്കിലും നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ബീട്രൂട്ട് ഞാൻ ആദ്യം മുറിച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നമ്മളെ ശർക്കര ആണ്. അപ്പൊ ശർക്കര പൊടിച്ചിട്ടുള്ള ശർക്കരയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ശർക്കര പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. അപ്പൊ പാത്രം വലുത് വേണ്ട, കാരണം ഇത് നിറയ്ക്കാൻ പാകത്തിലുള്ള ഒരു പാത്രം മാത്രം നമ്മൾ എടുത്താൽ മതിയേ. അതുപോലെ തന്നെ ഈ പാത്രം എടുക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലൊരു ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ കുപ്പിൻ്റെ ഒക്കെ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൽ വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പൊ കേകിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പാത്രത്തിന്റെ അടിയിൽ ആദ്യം ശർക്കര ലേശം ഇട്ട് കൊടുക്കാം. താഴത്തെ ലെയറിൽ നമ്മൾ ശർക്കര ആണ് കേട്ടോ, ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ശർക്കര തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കുന്നത് കണ്ടിട്ടില്ലേ, അതൊരു രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കേണ്ടത്. വീണ്ടും മേലായിട്ട് നമുക്ക് ബീട്രൂട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ബീട്രൂട്ട് ഇട്ടുണ്ട്. പിന്നെ മേൽഭാഗത്തും നമ്മൾ ശർക്കര തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, അടിഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ടത് ശർക്കര ആണ്, അതേപോലെ മേൽഭാഗത്തും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശർക്കര തന്നെയാണ് കേട്ടോ. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടുന്ന രൂപത്തിൽ ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ല അടച്ചു വെക്കാം. അടിച്ച് നമ്മൾ കുലുക്കുക ഷെയ്ക്ക് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ അടച്ചിട്ട് നമ്മളൊരു തണലുള്ള ഭാഗത്ത് നമ്മളിത് മാറ്റി വെക്കാം. അപ്പൊ തണലുള്ള ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം, ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിത് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. തുറന്നിട്ട് അത് വീണ്ടും അതേപടി തന്നെ, അതിന്റെ ഗ്യാസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതേപടി തന്നെ ഇത് അടച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട്, അത് 25 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ഇതിനിത് അലിഞ്ഞ് നല്ല രീതിയിൽ വളമായിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്ന് തരിപ്പ വെച്ചിട്ട് നമ്മൾ തരിച്ചെടുത്തിട്ട് അതിന്ന് ആവശ്യത്തിന് മാത്രം തരിച്ചെടുത്താൽ മതി. എടുത്തതിന് ശേഷം ഒരു 3 ml മുതൽ 5 ml, പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ml, ഇപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിലും 3 ml എടുത്താൽ മതി. ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ, അത്യാവശ്യം ഭാഗമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ml എടുക്കുക. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നമുക്കിത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിലേക്ക് വെള്ളം മിക്സ് ആവരുത്. നമ്മൾ തരിക്കാൻ വേണ്ടി എടുക്കുമ്പോഴൊക്കെ ഇതിലേക്ക് വെള്ളം മിക്സ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഈ രൂപത്തിലല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പാകത്തിൽ വേറൊരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിപ്പോൾ ഒരാഴ്ചയായി. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് റെഡി ആക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബീട്രൂട്ടോ 2 ബീട്രൂട്ട്, ഞാൻ ഇതിലേക്ക് 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വലിയ പാത്രമാണ് കേട്ടോ. 2 ബീട്രൂട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര ലയിപ്പിച്ചിട്ടുള്ള പാനീയം, ശർക്കര ലയിപ്പിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട്, അപ്പൊ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിടുക. അത് തോലോട് തന്നെ ഇടുക കേട്ടോ. അപ്പൊ ഈ വളം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോലോട് തന്നെ ബീട്രൂട്ട് ഇടാം. അപ്പൊ ഇതിലേക്ക് ഞാൻ 2 ബീട്രൂട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 200 ഗ്രാം ശർക്കര ലയിപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മറ്റേ വളത്തിനെ പോലെ നമുക്ക് ഒരു മാസം കാത്തു നിൽക്കണ്ട. അതൊരു എഫക്റ്റീവ് ആണ്, ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടോണിക് ആണത്. അപ്പൊ ഇത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, 2 ആഴ്ചയാണ് ഇതിന്റെ ഒരു ടൈം. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലാണ് നമ്മൾ എടുത്തിട്ട് ഇലകളുടെ മേലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു വളം ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ടിന്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ബീട്രൂട്ടിന്റെ തൊലി നമ്മൾ വീട്ടിലൊക്കെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാനൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ ബീട്രൂട്ടിന്റെ തൊലി വെച്ചിട്ട് നമുക്ക് ഇതേപോലൊരു വളം വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിനെ പുഷ്ടിപ്പെടുത്താനായി, മണ്ണിന് ജീവൻ വെപ്പിക്കാനൊക്കെയാണ്. അയച്ചാൽ മണ്ണിലുള്ള കീടശല്യങ്ങളൊക്കെ മാറ്റാനും ഇതിലൊരു ബാക്ടീരിയ പ്രവർത്തിക്കും. അപ്പൊ ഈ ബാക്ടീരിയ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മണ്ണിന് വളരെ ഗുണമാണ്. വെച്ചാൽ വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ മണ്ണിനെ ഉഷാറാക്കി എടുക്കാനാണ് നമ്മൾ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ബീട്രൂട്ടിന്റെ തോലാണ്. അപ്പൊ തോല് നമുക്ക് എടുത്തിട്ട് ഇതേപോലെ വെള്ളം, അപ്പൊ നമുക്ക് എത്രയാണോ തോലുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. ഇനി വീണ്ടും വീണ്ടും നമുക്ക് തോല് ഇട്ട് കൊടുക്കണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളൊരു ടൈം കൂട്ടി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിതൊരു 4 ബീട്രൂട്ടിന്റെ തോലാണ് ഇട്ട്, അപ്പൊ ഇതിലേക്ക് ഞാനൊരു 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ തോല് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ വെള്ളം നമുക്ക് സാധാ പച്ചവെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി തിളപ്പിച്ച വെള്ളം, കഞ്ഞിവെള്ളം അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാ പച്ചവെള്ളം എടുക്കുക. ആ പച്ചവെള്ളത്തിലേക്ക് ഈ തൊലി ഇട്ട് വെച്ചിട്ട് നമ്മളൊരു തണലത്തേക്ക് മാറ്റുക. അപ്പൊ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കളറ് മാറുന്നുണ്ടല്ലോ, റെഡ് കളറായി വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിത് നല്ല രീതിയിൽ മൂടി വെക്കുക. അപ്പൊ ഇതിന്റെ മൂടി ഉണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് മൂടി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തുണി വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് നമ്മളിത് മൂടി വെക്കണം. കാരണം ഇതിലൊരു ബാക്ടീരിയ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മൂടി വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100 ml, ഒരു 1/2 ഗ്ലാസിന്റെ മേലായിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതേപോലെ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 ml 250 ml എന്നുള്ള രൂപത്തിൽ നമുക്ക് ചെടികളെ ചുവട്ടിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ചെടികളെ വളർച്ചയ്ക്ക് അതുപോലെ പൂക്കാനും കായ്ക്കാനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഇതുപോലത്തെ വളങ്ങൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ഒരു പ്രത്യേകം പറയാം, ഈ വളം ഞാനായിട്ട് കണ്ടുവച്ച വളം എന്നല്ല കേട്ടോ. അപ്പൊ പലരും പറയുന്നുണ്ട് ഓന് പുതിയ ഉടായിപ്പായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതങ്ങനെയല്ല, ഇത് പണ്ട് മുതലേ കർഷകർ ഉപയോഗിക്കുന്നതാണ്. വെച്ചാൽ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇത് ബീട്രൂട്ട് അമിനോ ആസിഡ് എന്നൊക്കെ ചില കർഷകർ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഈ വളം നമുക്ക് എല്ലാവർക്കും, ചെടികൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വളം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്